കെ.എസ്.ആർ.ടി.സി കൊറിയർ സംവിധാനം ഇനി മുതൽ സ്വകാര്യ കമ്പനിക്ക് ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിക്കാണ് പുതിയ കരാർ നൽകിയിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി നേരിട്ട് നടത്തിയിരുന്ന കൊറിയറിനെതിരെ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലും കൂടുതൽ വരുമാനവും ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. പുതിയ നേതൃത്വത്തിൽ പഴയതുപോലെ തന്നെ കെ.എസ്.ആർ.ടി.സി കൊറിയർ ഉണ്ടാകും. ആന്ധ്രയിൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പുതിയ കമ്പനിയുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനും ട്രെയിനിംഗ് നൽകുന്നതിനുമായി കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൊറിയർ സംവിധാനം കെ.എസ്.ആർ.ടി.സിക്ക് ടിക്കറ്റേതര വരുമാനമാണ്, ലാഭകരവുമായിരുന്നു. എന്നാൽ കൊറിയർ കൃത്യസമയത്ത് എത്താത്ത പരാതി, സാധനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നു, ഇതെല്ലാം ആയതോടുകൂടിയാണ് ഈ തലവേദന ഒഴിവാക്കി സംവിധാനമാകെ സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. എന്നാൽ മേൽനോട്ടം ഇപ്പോഴും കെ.എസ്.ആർ.ടി.സിക്ക് തന്നെയായിരിക്കും. കെ.എസ്.ആർ.ടി.സിയിൽ കണ്ടക്ടർമാരായി ജോലി ചെയ്തിരുന്നവരെയാണ് പരിശീലനം നൽകി കൊറിയർ സർവീസിൽ നിയമിച്ചിരുന്നത്. പുതിയ കമ്പനി വന്നാലും ഇവർക്ക് തന്നെ ജീവനക്കാരായി തുടരാം. 18.85% കമ്മീഷനാണ് ഓരോ കൊറിയറിലും കമ്പനിക്ക് ലഭിക്കുക. പുതിയ കമ്പനിയുടെ വരവോടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാകുമെന്നാണ് കെ.എസ്.ആർ.ടി.സിയുടെ വിലയിരുത്തൽ. എ.കെ. സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.